ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സി പ്രോഗ്രാമിംഗിന്റെ അറേ ഫംഗ്ഷൻ പോയിന്റർ സ്ട്രക്ചർ എന്നീ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഫസ്റ്റ് എന്ന് പറയുന്നത് അറേസ്. അറേ നിങ്ങൾ അറേ ഓൾറെഡി വേരിയബിൾ എന്താന്ന് പഠിച്ചല്ലേ? ഞാൻ അതിലേക്കൊന്ന് പോയിട്ട് അറേയിലേക്ക് വരാം. അതായത് നിങ്ങൾ ഇന്റ് എ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇന്റ് എന്ന് പറഞ്ഞാൽ? എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ, ദാറ്റ് മീൻസ് അതൊരു മെമ്മറിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റയായി സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് ഒരേ ഡേറ്റ ടൈപ്പിലുള്ള കുറെ അധികം എലമെന്റ്സുകളെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 100 ഇന്റിജർ വേരിയബിളിനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 100 മെമ്മറി ലൊക്കേഷൻസ് പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓരോന്നിനും ഓരോ പേര് കൊടുക്കണം അല്ലെ? ഒരേ ഡേറ്റ ടൈപ്പ് ആണ് തന്നെ. അപ്പൊ നമുക്കത് ഒരു ഭയങ്കര റിസ്ക് അല്ലേ? അന്നേരം ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എന്ത്? അറേ എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് അറേ? അറേ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡേറ്റ സ്ട്രക്ചർ. മറന്നു പോകരുത്. ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഒരാള്, അതാണ് അറേ. ഇതൊരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അന്നേരം ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഒരുപാട് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് സിയിലൊക്കെ ഉണ്ട്. നമുക്ക് ഡേറ്റ ഇപ്പൊ നിങ്ങൾ സ്റ്റാക്ക് എന്നും ക്യൂ എന്നും ലിങ്ക്ഡ് ലിസ്റ്റ് എന്നും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ എല്ലാം ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്, ഏറ്റവും താഴത്തെ ഡേറ്റ സ്ട്രക്ചർ ആണ് ഇത് അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ. അന്നേരം അറേ ഈസ് ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഡേറ്റ സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? ഇറ്റ്സ് എ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ. അന്നേരം എങ്ങനത്തെ ഡേറ്റ സ്ട്രക്ചർ ആണെന്ന് നമുക്ക് പഠിക്കാം. അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡേറ്റ ഐറ്റംസ്. ഒരേപോലെയുള്ള ഡേറ്റകളെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ആള്. ഡിഫറെന്റ് ഡേറ്റ എലമെന്റ്സിനെ പറ്റില്ല. ഒരേ ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ള എലമെന്റുകളെ ഒന്നിച്ച് റെഫറൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അറേ. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് 100 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഒറ്റ മെമ്മറി ലൊക്കേഷൻസ് കൊണ്ട് ഒരു മെമ്മറി റെഫറൻസ് കൊണ്ട് നമുക്ക് കുറെ അധികം എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അന്നേരം ഞാൻ ഇവിടെ ഒരു അറേ കാണിക്കാം. ഇവിടെ ഇപ്പം എ എന്ന് പറയുന്ന ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. നോക്കിക്കേ, ഇതിങ്ങനെ ഓരോ ലൊക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1, 2, 3, 4, 5 ലൊക്കേഷനുള്ള ഒരു അറേയാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അന്നേരം ഈ 5 ലൊക്കേഷനിലും എനിക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വലി തന്നെ അല്ലേ? അന്നേരം ഇൻസ്റ്റെഡ് ഓഫ് ഡിക്ലെയറിംഗ് വേരിയബിൾസ് ഇൻഡിവിജ്വലി ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേ ഉപയോഗിച്ച് ഇതിനെ ഓൾ ടുഗദർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സിമിലർ ഡേറ്റ ഐറ്റംസ് അല്ലെങ്കിൽ ഹോമോജിനസ് ഡേറ്റ ഐറ്റംസിനെ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരേ ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റുകളെ മാത്രമേ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ഈ അറേയിലെ എലമെന്റുകളെ ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു അറേ ചെയ്തു. ഇതിനകത്ത് ഇപ്പം ഒരു ഇന്റിജർ ഡേറ്റ സ്റ്റോർ ചെയ്ത് 6, 16, 12, സോറി 12, 13, 14 ഇങ്ങനെ ഞാൻ ഡേറ്റയെ സ്റ്റോർ ചെയ്തെന്ന് വെച്ചു. ഈ ഓരോ ലൊക്കേഷനിൽ നിന്നും എങ്ങനെ ഡേറ്റയെ ആക്സസ് ചെയ്യും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അന്നേരം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്? ഇൻഡെക്സ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡെക്സ് നമുക്ക് അറേ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. എപ്പോഴും ഇൻഡെക്സിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിൽ നിന്നായിരിക്കും. ഫസ്റ്റ് ഇൻഡെക്സ് 0, 1, 2, 3, 4. അന്നേരം അറേയിലെ ഇൻഡെക്സ് നമ്പറിൽ 4-ലാണ് എത്രാമത്തെ എലമെന്റ് കിടക്കുന്നത്? 5-മത്തെ എലമെന്റ് കിടക്കുന്നത്. ഇത് തമ്മിൽ ആർക്കും തെറ്റിപ്പോകരുത്. അന്നേരം അറേയുടെ ലെങ്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ എത്രയാണ്? അറേയുടെ സൈസ് 5 ആണ് അല്ലേ? പക്ഷെ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അത് 4 വരെ പോകത്തുള്ളൂ. അന്നേരം 5 ലൊക്കേഷൻ ഉള്ള ഒരു അറേ, 5 കപ്പാസിറ്റി ലെങ്ത് ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 0 മുതൽ 4 വരെ ആയിരിക്കും. ഇതൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും എടുക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ഞാൻ വരച്ച ഡയഗ്രാം തന്നെ നിങ്ങൾക്ക് ഒരു സിംബോളിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് എലമെന്റ് മുതൽ nth എലമെന്റ് വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തായിരിക്കും?
സീറോയിൽ നിന്നായിരിക്കും അല്ലേ? അത് നോക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. നേരം അറേക്ക് എന്ത് കാണും? അറേ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഒറ്റ ഒരു വേരിയബിൾ നെയിം വെച്ചിട്ടായിരിക്കും ഫുൾ ഒരു അറേയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആരും മറന്നു പോകരുത്. അറേയുടെ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പം അറേ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്ട്രക്ചർ, ഹോമോജിനസ് ആയിട്ടുള്ള എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് സെയിം ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡിവിജ്വലി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു അറേ വെച്ചിട്ട് ഇതിനെ ഓൾ ടുഗദർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അറേയിലെ എലമെന്റുകളെ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ഇൻഡെക്സുകളാണ്. ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഒരു അറേയെ ഡിഫൈൻ ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ വേരിയബിൾ ഡിക്ലറേഷൻ പഠിച്ചായിരുന്നല്ലോ. എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ എങ്ങനെയാ ഡിക്ലെയർ ചെയ്യുന്നത്? ഇൻഡ് എ സെമി കോളൻ ആയിരുന്നു അല്ലേ? ഒരു വേരിയബിളിനെ എങ്ങനെയാ ഡിക്ലെയർ ചെയ്യുന്നത്? ഇൻഡ് എ സെമി കോളൻ വരെ എ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. നമുക്ക് ഇവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അറേയെ ഡിക്ലെയർ ചെയ്യണം. അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിന്റെ സിന്റാക്സ് നോക്കിക്കോ. ഡേറ്റ ടൈപ്പ് പറയുക, അറേയുടെ പേര് പറയുക, അറേയുടെ സൈസ് പറയുക, സെമികോളൻ കൊടുക്കുക. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. നിങ്ങൾ എന്ത് ഡേറ്റ ടൈപ്പ് ഓഫ് എലമെന്റ്സിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്ത് അറിയാം, ഒരു സിംഗിൾ അറേയിലേക്ക് എന്തേ പറ്റത്തുള്ളൂ? നമുക്ക് ഒറ്റ ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇൻഡിജർ ആണെങ്കിൽ അറേ സ്റ്റോർ ചെയ്യുന്നവരെല്ലാം എന്തായിരിക്കണം? ഇൻഡിജർ എലമെന്റ്സ് ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അറേ നെയിം കൊടുക്കണം. ആസ് പെർ ദ ഐഡന്റിഫയർ റൂൾ അനുസരിച്ചിട്ട് നമുക്കൊരു അറേ നെയിം കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ അറേയുടെ സൈസ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേയുടെ സൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം. സൈസ് ഓഫ് ആൻ അറേ ഈസ് ഓപ്ഷണൽ. ഇഫ് ദ സൈസ് ഈസ് സ്പെസിഫൈഡ് ഇറ്റ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ഡെഫിനിഷൻ. നിങ്ങൾ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സൈസ് ഉള്ള ഒരു അറേ നിങ്ങൾക്ക് വേണ്ടി റിസർവ്ഡ് ആയിട്ട് മാറും. നമുക്ക് തുടക്കത്തിൽ നമുക്ക് അറേ ഡിക്ലറേഷൻ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലൈസേഷൻ ചെയ്യണമെന്നില്ല, ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കണമെന്നില്ല. പിന്നീട് കൊടുത്താൽ മതി, അല്ലെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. വേരിയബിളിന്റെ കൂട്ട് തന്നെയാണ്. ഇനിഷ്യലൈസേഷൻ പിന്നീട് ചെയ്താലും മതി. അതായത് നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഇന്റ് എ ഓഫ് 10. ഇതിന്റെ മീനിങ് എന്താ? 10 സൈസ് ഉള്ള ഒരു അറേ ഞാൻ ഉണ്ടാക്കി അല്ലെ. അതെന്ത് ഡാറ്റ ടൈപ്പ് ആണ്? ഇന്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. അതിന്റെ ലെങ്ത് എത്ര? അതിന്റെ സൈസ് എത്രയാ? 10 ആണ് സൈസ്. ഓക്കെ. പക്ഷെ അതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതൽ എവിടം വരെ ആയിരിക്കും? 9 വരെ ആയിരിക്കും. അന്നേരം ഇൻഡ് എ ഓഫ് 10 എന്ന് എഴുതിയാൽ എ എന്ന് പറയുന്ന ഒരു അറേ, നമ്മൾ റെഫറൻസ് ഒരു അറേ ഉണ്ടാക്കി. അറേയിൽ എത്ര എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? 10 എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അറേ ഫുള്ളായി 10 എലമെന്റിനെ ഒറ്റ പേരിലായിരിക്കും റെഫർ ചെയ്യുന്നത്. അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ 0 മുതൽ 9 വരെ ആയിരിക്കും. ഞാനിവിടെ ഇപ്പൊ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്ന് കരുതിക്കണം. ഇപ്പം 0, 5, പിന്നെ നമുക്ക് കുറെ ലൊക്കേഷൻസ് ഉണ്ട്. 9th 8th 9th, പിന്നെ അതിപ്പം 16, 20. അന്നേരം എനിക്ക് ഈ എ എന്ന് പറയുന്ന ഈ അറയിലെ 8ാമത്തെ എലമെന്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വിളിച്ചാൽ മതി? എ ഓഫ് 8 എന്ന് വിളിച്ചാൽ. മനസ്സിലായോ? ഇനി 20 എന്ന് പറയുന്ന ഒരു ഡാറ്റ എലമെന്റിനെ എനിക്ക് ആക്സസ് ചെയ്യണം, എന്ത് വിളിച്ചാൽ മതി? എ ഓഫ് ഇൻഡെക്സ് പൊസിഷൻ കൊടുത്താൽ മതി. എ ഓഫ് 9 എന്ന് വെച്ചാൽ എന്താണ്? 20 ആയിരിക്കും. ഓക്കെ, ഇതൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തു. 4 ലൊക്കേഷനുള്ള അറേ എന്ന് വെച്ചു. 0 മുതൽ 3 വരെയുള്ള ഇൻഡെക്സ് അല്ലെ. അന്നേരം ഇൻഡ് എ ഓഫ് 4 എന്ന് എഴുതിയപ്പോഴാണ് ഇങ്ങനെ അറേ ഉണ്ടായത്. എനിക്ക് ഈ എ ഓഫ് 2 എയിലെ സെക്കൻഡ് പൊസിഷനിലേക്ക്, എ എന്ന് പറയുന്ന അറേയിലേക്ക് എനിക്ക് അതിന്റെ 2ാമത്തെ ഇൻഡെക്സ് നമ്പർ 2ലേക്ക് എനിക്കൊരു ഡേറ്റയെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ മതി. എ ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്താൽ മതി? 16 സെമിക്കോളൻ എന്ന് കൊടുത്ത് എന്ത് സംഭവിക്കും? ഈ എ ഓഫ് 2ലേക്ക് ഏത് ഡേറ്റ സ്റ്റോർ ആവും? 16 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ആവും. ഇൻഡിവിജ്വലി ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.
നോക്കിക്കേ, എങ്ങനെയാണ് ഒരു അറേ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നതെന്നാ പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞു കൊടുക്കാന്. ഞാന് ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്റ് ARR. ഞാൻ അറേയുടെ പേര് കൊടുത്ത് ARR of 10 എന്ന്. എന്താ സംഭവിക്കുന്നത്? ഒരു 10 ലൊക്കേഷൻ ഉള്ള ഒരു അറേ ക്രിയേറ്റ് ആവും. ഞാൻ ഡോട്ട് കൊടുത്തേക്കാണ്. ARR എന്ന് പറയുന്ന ഇന്റിജർ അറേ 0 1 2 3 4 5 6 എത്ര 8 9 വരെ അല്ലെ. അന്നേരം ARR of 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 10 ലൊക്കേഷൻ ഉള്ള ഒരു അറയാണ്. 10 ലൊക്കേഷൻ ഉള്ള ഒരു അറയാണ്. അതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതൽ 0 മുതൽ 9 വരെ ആയിരിക്കും. അന്നേരം എനിക്ക് ഒരു വേരിയബിൾ, ഒരു ഡേറ്റ ഇതിനകത്തുനിന്ന് ഇതിന്റെ 5ാമത് കിടക്കുന്ന ഡേറ്റ എടുക്കണം എന്ന് വെച്ചു. ഈ 5ാമത് കിടക്കുന്ന ഒരു ഡേറ്റ എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എന്നിട്ട് അത് എക്സിലോട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു അറേയുടെ പേര് കൊടുക്കുക ARR എത്രയാണ്? സോറി, എക്സ് ഈസ് ഈക്വൽ ടു ARR ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സിലേക്ക് 5th ഇൻഡെക്സിലുള്ള ആ ഡേറ്റ സ്റ്റോർ ആയി കിട്ടും. മനസ്സിലായോ? അന്നേരം 5th ഇൻഡെക്സിൽ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ആ വാല്യൂവിനെ എനിക്ക് എക്സിലേക്ക് അതിനെ എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? എക്സ് ഈസ് ഈക്വൽ ടു ARR ഓഫ് ആ ഇൻഡെക്സ് പൊസിഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുക. ഡബിൾ ബോണസ്. ബോണസ് എന്ന് പറയുന്ന ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ എന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഡബിൾ ആണ്. അതിലേക്ക് ARR എന്ന് പറയുന്ന അറയിലെ 5ാമത്തെ എലമെന്റിനെ സോറി 5ാമത്തെ ഇൻഡെക്സ് പൊസിഷൻ കിടക്കുന്ന എലമെന്റിനെ ആഡ് ചെയ്യണം. അന്നേരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ARR ഓഫ് 5 എന്ന് പറയുന്നത് ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ വെച്ച് എത്രാമത്തെ ആയിരിക്കും? 6ാമത്തെ ലൊക്കേഷനിലെ എലമെന്റ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇൻഡെക്സും മെമ്മറിയുടെ ലെങ്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പം 5 സൈസുള്ള അറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് തുടങ്ങുന്നത് 0 to 4 ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെക്കണം എല്ലാവരും. ഓക്കെ, ഇവിടെ നേരം ARR ഓഫ് 5 എന്ന് വെച്ചാൽ 5ാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന ആ ഡേറ്റയെ എടുത്ത് ബോണസ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. 5ാമത്തെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അത് 6ാമത്തെ ലൊക്കേഷൻ ആണ്, 6th എലമെന്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു അറേന്ന് ഇപ്പം 100 എലമെന്റ് ഉള്ള അറേന്ന് ഇങ്ങനെ എനിക്ക് ഇൻഡിവിജ്വലി ഓരോരോ ഡേറ്റയൊക്കെ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാടല്ലേ? അന്നേരം അതിനുവേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറേയിലേക്ക് എലമെന്റിനെ ഇട്ട് കൊടുക്കുന്നതിനും അറേയിലേക്ക് അറേയിൽ നിന്ന് എലമെന്റിനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ലൂപ്പുകൾ ഉപയോഗിച്ച് അറേയെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് എങ്ങനെയാന്ന് ചെയ്യണം. സെറ്റിംഗ് ഈച്ച് എലമെന്റ് ഓഫ് അറേ ടു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യില് ARR ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. ഇവിടെ അവർ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കണ്ട ARR ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കും. ദാറ്റ് മീൻസ് 10 ലൊക്കേഷൻ ഉള്ള ഒരു അറേ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ ആണല്ലോ എല്ലാവരും? മനസ്സിലായല്ലോ? മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് 0 മുതൽ 9th ലൊക്കേഷൻ വരെ അല്ലെ? എന്നിട്ട് ഇവര് പറയാണ് ഈ ഓരോ ലൊക്കേഷനിലും എന്ത് ചെയ്യുക? 2 സെറ്റ് ചെയ്ത് പോകാൻ പറയാം. ഓരോ ലൊക്കേഷനിലും ഓരോ അറേ ലൊക്കേഷനിലും 2 എന്ന് പറയുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. ഞാൻ നോക്കുമ്പോൾ ഓരോന്നെടുത്ത് ഞാൻ ചെയ്യണം അല്ലെ? മുമ്പേ പറഞ്ഞു വെച്ചിട്ടാണ് ARR ഓഫ് 0 is equal to 2, ARR ഓഫ് 1 is equal to 2, ARR ഓഫ് 2 is equal to 2. ഇങ്ങനെ നമുക്ക് 100 ലൊക്കേഷൻ ഉണ്ട്, 100 പ്രാവശ്യം സ്റ്റോർ ചെയ്യാൻ പാടല്ലേ? അത് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ ലൂപ്പിന് ഓടുന്നതിന് വേണ്ടി I എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് ഒക്കെ പഠിച്ചിട്ട് വന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ പറയാണ് ഫോർ ആ ലൂപ്പ് കറങ്ങുന്നതിന് വേണ്ടി I എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തിട്ട് I എന്ത് ചെയ്തു? ഈ ലൊക്കേഷന്റെ ഫസ്റ്റ് ഇൻഡെക്സ് കൊടുത്ത് എവിടെ മുതലാ? 0 മുതൽ അല്ലെ? എന്നിട്ട് എന്ത് പറഞ്ഞു? I ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടം വരെ പോകണം? 9. ഒന്നുകിൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അല്ലെ I ലെസ് ദാൻ 10 എന്ന് കൊടുക്കുക. I ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ
i ലെസ് ദാൻ 10, അന്നേരം എവിടം വരെ പോകത്തുള്ളൂ? 9 വരെ പോകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് കൊടുത്തു? i ഓരോ പ്രാവശ്യം കൂടാനും പറഞ്ഞു. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം? കറങ്ങുന്ന സമയത്ത് ARR ഓഫ് ഐയിലേക്ക് എന്തിനെ സ്റ്റോർ ചെയ്യണം? 2 സ്റ്റോർ ചെയ്യണം. അന്നേരം നിങ്ങൾ നോക്കിക്കേ, ഈ ലൂപ്പിന്റെ വർക്കിംഗ് ഒന്ന് നോക്കിക്കേ. ആദ്യം i ഈസ് ഈക്വൽ ടു 0 ആയി, i ലെസ് ദാൻ 10 ആണല്ലോ. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്തു? ARR ഓഫ് ഇപ്പോഴത്തെ കേസ് 0യിലേക്ക് എന്തിനെ സ്റ്റോർ ചെയ്ത്? 2 സ്റ്റോർ ചെയ്തു അല്ലേ? ഇവിടെ 2 കിട്ടി. ഇനി i എന്തായി? 1 ആയി. അങ്ങനെ ആകുമ്പോ എന്ത് പറ്റും? ARR ഓഫ് 1ലേക്ക് ആരെ സ്റ്റോർ ചെയ്തു? 2 സ്റ്റോർ ചെയ്തു. അത് ഇനി ലൂപ്പ് കറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് i എന്താവും? ഒന്നുകൂടി ഇൻക്രിമെന്റ് ആയിട്ട് എന്താവും? 2 ആവും. ARR ഓഫ് 2ലേക്ക് നമ്മൾ എന്തിനെ സ്റ്റോർ ചെയ്തു? 2 സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അതിൽ ചെക്കിംഗ് കണ്ടീഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ARR ഓഫ് 3ലേക്ക്. അങ്ങനെ 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 ഇത് എവിടം വരെ പോകും? ലെസ് ദാൻ 10 വരെ, 9 വരെ പോയിട്ട് ഓരോ തവണയും എന്ത് ചെയ്യും? ഈ 2 സ്റ്റോർ ചെയ്ത് വെക്കും. കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അന്നേരം അറയിലേക്ക് ഒരു എലമെന്റിനെ സ്റ്റോർ ചെയ്യുന്ന, അറേ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു, അറയിലേക്ക് എലമെന്റിനെ സ്റ്റോർ ചെയ്യാനും പഠിച്ചു. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. അന്നേരം അറേ ക്രിയേറ്റ് ചെയ്തു, അറയിൽ നിന്ന് ഡേറ്റയെ എങ്ങനെയാ റിസീവ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വേണ്ടത് ഇനിഷ്യലൈസ് ചെയ്യണം. ഓരോ അറയിലേക്കും ഡേറ്റ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണമെന്ന് പഠിക്കുക. നോക്കിക്കേ, ഡേറ്റ ടൈപ്പ് പറയുക, അറയുടെ പേര് പറയുക, സൈസ് പറഞ്ഞിട്ട് ഈ കേർലി ബ്രേസസിൽ എന്ത് ചെയ്താൽ മതി? ഡേറ്റയെ കോമായിട്ട് കൊടുത്താൽ മതി. അതായത് ഒരു എക്സാമ്പിൾ കാണിക്കുക ഇവിടെ. എന്ത്? ഇന്റ് നം ഓഫ് 5 എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? നം എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ആവും അല്ലെ? കണ്ടുപിടി. നം എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് എത്ര ലൊക്കേഷൻ വരും? 5 ലൊക്കേഷൻ വരും. 1, 2, 3, 4, 5 ലൊക്കേഷൻ വരും. 5 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഇവിടെ മുതല 0 മുതൽ 4 വരെ. എന്നിട്ട് നമ്മൾ കേർലി ബ്രേസസിനകത്ത് ഇട്ട് കൊടുക്കുക 5, 8, 10, 20, 27. അതായത് 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പം ഇവിടെ മുതൽ 5 വാല്യൂ അവിടെ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട്. ഇനി നമ്മൾ പറയുക ഇന്റ് നം ഓഫ് 5, 5 ലൊക്കേഷൻ ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്തെടുത്തു. ഡിക്ലെയർ ചെയ്യുന്ന വെച്ചാൽ എന്താ? 5 ലൊക്കേഷൻ റിസർവ് ആയി. പക്ഷെ ഞാൻ 2 വാല്യൂയെ കൊടുക്കത്തുള്ളൂ. അന്നേരം എന്ത്? 5ഉം 8ഉം മാത്രമാണ്, ബാക്കിയെല്ലാം 0 ആയിട്ട് മാറിക്കും. നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ വാല്യൂ മാത്രമേ ആദ്യം ചെല്ലത്തുള്ളൂ, പിന്നീട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇന്റ് നം ഓഫ് എന്ന് പറഞ്ഞിട്ട് സൈസ് ഒന്നും പറയുന്നില്ല, എന്നിട്ട് ഡേറ്റയെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഡൈനാമിക് ആയിട്ട് എന്ത് പറ്റും? ഡേറ്റ ഇനിഷ്യലൈസ് ആവും. ഇനി അടുത്ത എന്താണ്? ഇന്റ് നം ഓഫ് 5 ഈസ് ഈക്വൽ ടു 1 എന്ന് മാത്രമാണ് കൊടുത്തതെന്ന് വെച്ചു. അപ്പം ഈ രീതിയിൽ ഡേറ്റ ഇനിഷ്യലൈസ്. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, അറേയെ നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റ സ്റ്റോറേജിന് മുമ്പ് ഇനിഷ്യലൈസ് ചെയ്യേണ്ട ഒരു നമുക്ക് ഓരോ ലൊക്കേഷൻ എടുത്ത് ഇനിഷ്യലൈസ് ചെയ്തതിന് പകരം നമുക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ അതിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡീഫോൾട്ട് ഇനിഷ്യലൈസേഷൻ ഇല്ല. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് garbage value, so before the array is used it must be initialized or should read some meaningful data in it. ഉറപ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഗാർബേജ് ഡേറ്റ നമുക്കറിയാലോ, ഓൾറെഡി ഉള്ള ഒരു മെമ്മറി ലൊക്കേഷനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ദർ മേ ബി ഗാർബേജ് ഡേറ്റ അവിടെ നേരത്തെ ഉപയോഗിച്ചതിന്റെ വല്ലതും അങ്ങനെയുള്ള ഗാർബേജ് ഡേറ്റാസ് കാണും. ആ ഗാർബേജ് ഡേറ്റയെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറേ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു മീനിങ് ഡേറ്റയെ റീഡ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി. അന്നേരം നമ്മളിപ്പോ പഠിച്ചത് ശരിക്കും സിംഗിൾ ഡയമെൻഷൻ അറേ, ഒരു ഡയമെൻഷനുള്ള അല്ലെ? അന്നേരം നമ്മൾ ഇതൊരു ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ സിംഗിൾ റോയിൽ മാത്രം അങ്ങനത്തെ എന്തെങ്കിലും ഡേറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ സിംഗിൾ ഡയമെൻഷൻ അറേ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയുകയാണ്, നമുക്ക് മെട്രിക്സ് പോലുള്ള കാര്യം. മെട്രിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും അല്ലെ? റോസും കാണും, എന്തും കാണും, കോളംസും കാണും അല്ലെ?
അന്നേരം അങ്ങനെ നമുക്ക് ഡാറ്റ ഇതന്നേരം ഒറ്റ റോയേ ഉള്ളെങ്കിൽ വൺ ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു അറേ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഒന്നിൽ കൂടുതൽ റോയ്, ദാറ്റ് മീൻസ് കോളവും വരും റോയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അറേ കൊണ്ട്, അതായത് സിംഗിൾ ഡയമെൻഷനൽ അറേ കൊണ്ട് കാര്യം നടക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അടുത്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ഏത്? മൾട്ടി ഡയമെൻഷനൽ അറേ. നമുക്ക് ടേബിൾ ഓഫ് ഡാറ്റയോ അല്ലെങ്കിൽ മെട്രിക്സസ് ഓഫ് ഡാറ്റയോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ 2 ഡയമെൻഷനൽ അറേ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതെന്തിനു വേണ്ടിയാ? ഇതിന് 2 സബ്സ്ക്രിപ്റ്റുകൾ കാണും. എത്ര സബ്സ്ക്രിപ്റ്റാ കാണുന്നത്? ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റോയും ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? കോളവുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം പറയുകയാണ് എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇന്റ് എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ എ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷനൽ അറേ ഉണ്ടാവും. ആ അറേക്ക് എത്ര സൈസ് കാണും? 2 സൈസ് കാണും. 0 മുതൽ 1 വരെയുള്ള 2 സൈസ് കാണും. ഇനിയിപ്പോ എ ഓഫ് 3 എന്നാ കൊടുക്കുന്നെങ്കിൽ എന്താ പറ്റും? 3 റോയും 3 കോളവും. എന്നിട്ട് ഇവിടെ കാണിച്ചേക്കുന്നതിന് 3 റോയും 3 കോളവും. അന്നേരം ഇതിന്റെ ഓരോ സെല്ലുകളെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഇൻഡെക്സ് പൊസിഷൻ എങ്ങനെ വരും നോക്കി. ഇന്റ് എ ഓഫ് ഫസ്റ്റ് 0th റോ ഏത് പൊസിഷൻ? 0th പൊസിഷൻ. അതാണ് ഏത്? ഈ പൊസിഷൻ. അടുത്ത എന്താ? ഇന്റ് എ ഓഫ് 0 ഏതാണ്? 1. ഇത് ഏത് പൊസിഷനാ? 0 1 പൊസിഷൻ. ഇന്റ് എ ഓഫ് 0 2 എന്ന് പറയുന്ന ഏത് പൊസിഷനാ? ഈ പൊസിഷൻ. കാര്യം മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻ വെച്ചിട്ട് ഡേറ്റയെ, ഇൻഡെക്സ് വെച്ചിട്ട് ഡേറ്റയെ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും ഉള്ളത്. 2 സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും ഉള്ളത്. ആ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അന്നേരം അടുത്തത് എന്താ? ഈ ഫസ്റ്റ് റോ ആയ 10 11 12 20 21 22. അന്നേരം ഇങ്ങനെ 2 ഡയമെൻഷനൽ അറേ കൂടി നമുക്ക് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. അന്നേരം അറേ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഒന്നെന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷനൽ അറേയും അടുത്ത എന്താണ്? മൾട്ടി ഡയമെൻഷനൽ അറേ. സിംഗിൾ ഡയമെൻഷനൽ അറേ എന്താണെന്നും മൾട്ടി ഡയമെൻഷനൽ അറേ എന്താണെന്നും മനസ്സിലായല്ലോ. മൾട്ടി ഡയമെൻഷനകത്ത് 2 സബ്സ്ക്രിപ്റ്റുകൾ കാണും. ഒന്നെന്ന് പറയുന്നത് റോയുടെ എണ്ണം സ്പെസിഫൈ ചെയ്യാനും മറ്റൊന്ന് കോളത്തിന്റെ എണ്ണം സ്പെസിഫൈ ചെയ്യാനുമായിരിക്കും. എത്ര കാര്യമുള്ള കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പം ഒരു 2 ഡയമെൻഷനൽ അറേയിലെ എലമെന്റുകളെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അന്നേരം ഇവിടെ ഒരു ടേബിൾ ഓഫ് മെട്രിക്സ് ആയിട്ട് നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്യാം. അന്നേരം നമുക്കറിയാമല്ലോ 2 ഡയമെൻഷൻസ് ആയിരിക്കും. ഒന്ന് റോ വൈസിട്ടുള്ള ഒരു ഡയമെൻഷൻ, ഒന്ന് കോളം വൈസ് ഡയമെൻഷൻ. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ നോക്കുക. ഇവിടെ 2 സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും ഉള്ളത്. ഒരു സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോളത്തെ റെപ്രസെന്റ് ചെയ്യാനും. അടുത്ത സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? റോയെ റെപ്രസെന്റ്. എ ഓഫ് ഇങ്ങനെ എഴുതാം, റോ കോളം. ഓക്കെ. അന്നേരം ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്നുള്ളത്, ഈ ചിലപ്പം തിരിച്ചിടാവുന്ന ചിന്തിക്കരുത്. കോളം റോയും തമ്മിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാവുന്നുള്ള ഒരു കോൺസെപ്റ്റിലായിട്ട് ചിന്തിക്കരുത് കേട്ടോ. ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് റോയെയും സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് എന്തിനെയായിരിക്കും? കോളത്തെ ആയിരിക്കും. അന്നേരം അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ലൊക്കേഷൻ നമ്മൾ മറ്റേ സിംഗിൾ ഡയമെൻഷനൽ അറേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഓരോ ലൊക്കേഷൻസിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്നും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അന്നേരം ഇവിടെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ഇതൊരു 3x3 മെട്രിക്സ് നിങ്ങൾ പറയും. ദാറ്റ് മീൻസ് ഇതിപ്പം ഒരു 3 റോയും 3 കോളവും ഉള്ള എന്താണ്? ഒരു അറയാണ്. പക്ഷെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റോർ തുടങ്ങുന്നത് എങ്ങനെ? 0 0 0 0 0th റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അതേപോലെ കോളം നോക്കി 0 1 2. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ നമുക്ക് എങ്ങനെ പറയാം? ഫോർ എക്സാമ്പിൾ, ഈ ഒരു മെട്രിക്സിന്റെ പേര് ARR എന്നാണെങ്കിൽ ഈ അറേ നമ്മൾ ഇങ്ങനെ പറയാം, ARR ഓഫ് 1 ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഇതായിരിക്കും. മനസ്സിലായി? ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം. കാര്യം മനസ്സിലായല്ലോ.
അതായത് എനിക്ക് ഇപ്പം ഇതിനകത്ത് സ്റ്റോർ ചെയ്തൊരു ഡേറ്റയെ എനിക്ക് വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ ഒരു റെഫറൻസ് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യാം. അന്നേരം ഇതിന്റെ എങ്ങനെയാണ് ഇനിഷ്യലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തത് പറയാൻ പോകുന്നത്. ആദ്യം എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കുക. സിമ്പിൾ, നേരത്തെ പറഞ്ഞ ഡേറ്റ ടൈപ്പ് പറയുക, അറേയുടെ പേര് പറയുക, റോയുടെ സൈസ് പറയുക, കോളത്തിന്റെ സൈസ് പറയുക. അന്നേരം ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ARR എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടാക്കണം. എത്ര? 3 കോളവും 3 റോയും. അങ്ങനെ ആവുമ്പോൾ ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു അറേ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇന്റിജർ നമ്പറിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇന്റ്, ആദ്യം ഡാറ്റ ടൈപ്പ് പറഞ്ഞു, അറേയുടെ പേര് ARR, റോയുടെ സൈസ് 3, കോളത്തിന്റെ സൈസ് 3. അന്നേരം 3x3 ആയിട്ടുള്ള ഒരു അറേ നമുക്ക് ഇവിടെ കിട്ടും. കാര്യം മനസ്സിലായോ? അന്നേരം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞത് തന്നെ റോ സൈസും കോളം സൈസും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ സീക്വൻസ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണം. നമുക്ക് അതല്ലാതെ റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റോയും കോളവും തമ്മിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കാര്യം മനസ്സിലാക്കി വെച്ചേക്കും. ഇനി എങ്ങനെയാണ് ഈ അറേയിലേക്ക്, ഇപ്പൊ ഞാനൊരു 3x3 മെട്രിക്സ് ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ 3x3 അറേ ഉണ്ടാക്കി, അല്ലെങ്കിൽ 3x2 അറേ ഉണ്ടാക്കിയാൽ അതിലെങ്ങനെ ഡേറ്റയെ ഇനിഷ്യലൈസ് ചെയ്യാം? ഇപ്പൊ ഞാനിവിടെ സ്കോർ എന്ന് പറയുന്ന ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുക. ഇന്റ് സ്കോർ 3/2. ദാറ്റ് മീൻസ് 3 റോസ് ആയിരിക്കും. എത്ര കോളംസ് കാണും? 2 കോളംസ്. മനസ്സിലായല്ലോ? അന്നേരം അതിലെങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തേക്കുന്നത് നോക്കിക്കേ. 50, 60, 70, 95, 336 എന്ന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്തങ്ങ് പറഞ്ഞേക്കുക. അന്നേരം നമ്മൾ ഇതിന്റെ സ്റ്റോറേജ് പോകുമ്പം 3x2 അറേയിലേക്ക് ഡാറ്റ സ്റ്റോറേജ് പോകുമ്പോൾ എങ്ങനെ പറ്റും? ഫസ്റ്റ് റോ ആദ്യം ഫില്ലാവും, സെക്കൻഡ് റോ ഫില്ലാവും, അത് കഴിഞ്ഞിട്ട് ഈ ഓർഡറിലായിരിക്കും ഫില്ലാവും. ഇനി നിങ്ങൾക്ക് അതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു മാനറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ സ്റ്റോർ ചെയ്യാം. താഴെ നോക്കിയ 3x2 എങ്ങനെ ചെയ്തേക്കുന്നത്? നമ്മൾ ആ കേളി ബ്രേസസ് തന്നെ ഇതിനെ സെപ്പറേറ്റർ ആയിട്ട് ഉപയോഗിച്ചിട്ട് ആദ്യം 50, 60, ദാറ്റ് മീൻസ് എന്താണ്? ഫസ്റ്റ് അറേ എന്നുള്ളത്, ഫസ്റ്റ് റോ എന്നുള്ളത്. അത് കഴിഞ്ഞ് 70, 95 സെക്കൻഡ് റോ എന്നുള്ളത്. 336 എന്ന് പറയുന്നത് എന്താണ്? തേർഡ് റോ എന്നുള്ളത്. അന്നേരം ഇങ്ങനെയും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇനിഷ്യലൈസ് ചെയ്യാം. മുമ്പേ കാണിച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അന്നേരം മൾട്ടി ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ പറയുന്നത്, നമ്മളിപ്പം ഇനിഷ്യലൈസ് ചെയ്ത അറേ ഈ ഫോർമാറ്റിലായിരിക്കും ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് എന്താ? 0, 0 ഇപ്പം ഇതാണ് 0, 1, 2, 0, 1. 0, 0 എന്നുള്ള ലൊക്കേഷൻ ഇതല്ലേ? 0, 0 ലൊക്കേഷൻ, 0, 1 ലൊക്കേഷൻ, 1, 0 ലൊക്കേഷൻ, 1, 1 ലൊക്കേഷൻ, 2, 0 ലൊക്കേഷൻ, 2, 1. നോക്കിക്കേ, അതിങ്ങനെ ഓരോ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. ഇത്രയും കൂടെ നോക്കാം. ഇനി എങ്ങനെയാണ് ഈ ഒരു അറയിൽ നിന്ന് നമുക്ക് എലമെന്റിനെ ആക്സസ് ചെയ്യണം? അതായത് നമ്മൾ ആദ്യമേ അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ പഠിച്ചു, ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചു? നമ്മൾ അറേയെ ഇനിഷ്യലൈസ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എലമെന്റിനെ ആ അറേയിൽ നിന്ന് തിരിച്ച് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സിംഗിൾ ഡയമെൻഷണൽ അറേയെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊക്കെ കാണിച്ചല്ലേ? നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾറെഡി ഇത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? വെരി റാപ്പിഡ്ലി ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ. അന്നേരം നമുക്കിവിടെ ഫസ്റ്റ് ഒരു റോയും റീഡ് ചെയ്യണം. ആ റോയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ള കോളംസിനെ റീഡ് ചെയ്യണം. അങ്ങനല്ലേ? അതിനൊന്ന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡയഗ്രമാറ്റിക്കലി ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ ഇരിക്കുന്ന മെട്രിക്സിലെ ഡേറ്റയെ എനിക്ക് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 0, 1, 2, ഇതെന്താ? 0, 1. ഇതിനെ നമ്മൾ നമ്മുടെ രീതി പറയുമ്പോൾ ഇത് കോളവും ഇതെന്താണ്? റോയാണ്. അന്നേരം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സീറോത്ത് ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ തന്നെ, 0 റോയിൽ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളത്തിലെ ഡേറ്റയെ റീഡ് ചെയ്യണം. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഡേറ്റ ഇങ്ങനെയാണെന്ന് വെച്ചു. എനിക്ക് ഈ ഡേറ്റയെ എനിക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോയിൽ എത്തുക, എന്നിട്ട് ഫസ്റ്റ് കോളവും സെക്കൻഡ് റോ. അന്നേരം ഫസ്റ്റ് റോയിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം?
സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് റൗണ്ടില് എന്ത് വരണം? ഫസ്റ്റ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും, അന്നേരം സീറോത്ത് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും, ഫസ്റ്റ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും, അത് കഴിഞ്ഞിട്ട് എന്താ? ഈ ഇൻഡെക്സ് സെക്കൻഡ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും. അന്നേരം റോയും ഓടണം, ഒപ്പം കോളവും ഓടണം. മനസ്സിലാക്കി വെക്കുക. ആദ്യം സീറോത്ത് റോയിലെത്തുക, സീറോത്ത് റോയിൽ വന്നിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും, ഫസ്റ്റ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും, സെക്കൻഡ് റോയിലെത്തിയിട്ട് സീറോത്ത് കോളവും ഫസ്റ്റ് കോളവും. അന്നേരം നമുക്ക് റോ ഇങ്ങനെ ഓടുകയും ചെയ്യണം, ഓരോ റോയിലെത്തുമ്പോൾ കോളം ഓടുകയും ചെയ്യണം. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഫസ്റ്റ് റോയിലെത്തുമ്പോൾ കോളം ഓടണം എന്നാ പറഞ്ഞു. കോളം ഓടുന്ന വെച്ചാൽ കോളത്തിൽ പോയാൽ ലൂപ്പ് കറങ്ങണം. ഇപ്പം ഇവിടെ 100 ലൊക്കേഷൻ 100 ലൊക്കേഷൻ കറങ്ങണം. അന്നേരം കോളത്തിനെ റൺ ചെയ്യാനും ഒരു ഫോർ ലൂപ്പ് വേണം, റോയെ റൺ ചെയ്യാനും എന്ത് ചെയ്യണം? ഒരു ഫോർ ലൂപ്പ് വേണം. അതായത് നമുക്ക് ഇവിടെ ഒറ്റ ഫോർ ലൂപ്പ് കൊണ്ട് പറ്റത്തില്ല, 2 ഫോർ ലൂപ്പ് വേണ്ടി വരും അല്ലേ? 2 ഫോർ ലൂപ്പ് വേണ്ടി വരും. അന്നേരം അതെങ്ങനെ പറയണം, എങ്ങനെ കാണിക്കണം എന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യമേ നമ്മൾ എത്തേണ്ടത് ഏതാ? ഫോർ ലൂപ്പ് ആണെങ്കിൽ അത് റോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർ ലൂപ്പിൽ എത്തിയതിനു ശേഷം ആ റോയിൽ സീറോത്തിൽ നിന്നുകൊണ്ട് ആ ഇന്നർ ലൂപ്പായിട്ട് അടുത്ത ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് കോളത്തെ മുഴുവനും എന്ത് ചെയ്യണം? റീഡ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇയാൾ 1ൽ എത്തിയിട്ട് സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് റോയിലെത്തിയിട്ട് വീണ്ടും കോളം 0 മുതൽ പൊക്കോണ്ടേയിരിക്കണം. അന്നേരം നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കിക്കേ, എനിക്ക് വേണ്ട രണ്ട് കോളം. ഇതിലെങ്ങനെ ഡേറ്റയെ ഞാൻ സ്റ്റോർ ചെയ്തു വെക്കും. ഇതെന്ന് വെച്ചാൽ എന്താ? ഇനിഷ്യലൈസേഷൻ ചെയ്യുക. 3, 2ലേക്ക് സ്കോർ എന്നാണ് ഈ അറേയുടെ പേര്. സ്കോറിലേക്ക് എന്ത് ചെയ്തു? ഞാൻ ഡേറ്റയെ ചെയ്തു വെച്ചു. 10, 20, 30, 40, 50, 60 ഇങ്ങനെയാണ് ഡേറ്റയെ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഈ ഓരോ എലമെന്റിനെ എനിക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. നേരം ഒരു സിംഗിൾ റോ ഇങ്ങനെ പോവായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാമായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. അന്നേരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഫോർ ഈ റോയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈ ലൂപ്പ് എടുത്തു. ഫോർ i ഈസ് ഈക്വൽ ടു എന്ത്? 0, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവിടം വരെ പോകണം? 3. ലെസ് ദാൻ 3 എന്ന് പറയുമ്പം 2 വരെ പോകത്തുള്ളൂ. 3 i പ്ലസ് പ്ലസ്. ഇതിനകത്ത് ഇയാൾ ഓരോ പ്രാവശ്യം ഓടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഓരോ കോളത്തെ റീഡ് ചെയ്യണം. അന്നേരം ഈ ലൂപ്പിനകത്ത് വേണം. ഇതിനെ പറയാൻ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. j 0 മുതൽ എവിടം വരെ പോകണം? j ലെസ് ദാൻ 2 വരെ പോകണം. j പ്ലസ് പ്ലസ്. ഇവിടെ 2 ലൊക്കേഷൻ 2 കോളംസ് ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം printf എന്ത് ചെയ്യണം? /t ഒക്കെ കൊടുത്തന്നെ. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. printf സ്കോർ ഓഫ് i j കൊടുക്കുക. എങ്ങനെയാന്ന് വർക്കിംഗ് പറഞ്ഞുതരാം. ആദ്യമേ നമ്മള് ഈ i എന്ന് പറയുന്ന ലൂപ്പ് ഓടി 0ത്തിലെത്തി. ദാറ്റ് മീൻസ് 0th റോയിലെത്തി. 0th റോയിലെത്തിയല്ലോ. 0th റോയിലെത്തിയിട്ട് ഇത് താഴെ എവിടെ വരും? ജയിലെത്തും അല്ലെ? 0th റോയിലാണ് നിൽക്കുന്നത്. ഇപ്പം 0th i ഈസ് ഈക്വൽ ടു 0യിൽ നിൽക്കുമ്പം തന്നെ എവിടെ വരും? j ഈസ് ഈക്വൽ ടു 0 മുതൽ 2 വരെ വരും. മനസ്സിലാക്കിക്കോ. j ഈസ് ഈക്വൽ ടു 0 ആരാ? 10. i0 j0. ഇനി i0യിൽ തന്നെ നിൽക്കുന്ന സമയത്ത് j എന്താവും?
അടുത്ത 1ലേക്ക് എത്തും അല്ലേ? 20 വീഡിയോ നേരം 0th റോയിൽ നിന്നുകൊണ്ട് തന്നെ ജെയുടെ 0യും ഫസ്റ്റ് ലൊക്കേഷനിലെ എലമെന്റിനെ നമ്മൾ ij എന്ന് പറഞ്ഞുകൊണ്ട് റീഡ് ചെയ്തു. അന്നേരം i is equal to 0, ശ്രദ്ധിച്ചു നോക്കുക, i is equal to 0, j is equal to 0. അന്നേരം 0 എന്ന് പറയുന്നത് ആരാ? നമ്മുടെ വാല്യൂ 10 ആണ്. ഈ മെട്രിക്സിലെ 10 ആണ്. ഇനി i 0യിൽ തന്നെ നിൽക്കും, മാറുന്നില്ല അയാള് കോളം മുഴുവനും വിസിറ്റ് ചെയ്താലേ മാറത്തുള്ളൂ. j അപ്പൊ എന്താവും? ഇൻക്രിമെന്റ് ആയിട്ട് 1 ആവും. അന്നേരം അടുത്ത എന്താ? 0 1ലെ ആരാ? 20. ഓക്കെ, വീണ്ടും ഈ ലൂപ്പ് കറങ്ങും. ഈ ലൂപ്പ് തീർന്നല്ലോ. ഇനി വീണ്ടും ഏത് ലൂപ്പ് കറങ്ങും? റോയുടെ ലൂപ്പ് കറങ്ങി i എന്താവും? 1 ആവും. i 1 ആയി. അപ്പം വീണ്ടും കോളം എന്താവും? 0 ആവും. 1 0 എന്ന് പറയുമ്പോ ആരാ? 30. ഇനിയും റോ എവിടെ തന്നെ നിൽക്കും? 1 ആയിട്ട് തന്നെ അല്ലേ? ഇതാരാവും? വീണ്ടും കോളം എന്താവും? 1 ആവും. അന്നേരം 1 1ലെ ഡേറ്റ ആരാ? 40. അന്നേരം സെക്കൻഡ് റോയും വിസിറ്റ് ചെയ്ത് തീർന്നല്ലോ. വീണ്ടും ഈ ലൂപ്പ് കറങ്ങും. വീണ്ടും ലൂപ്പ് കറങ്ങിയിട്ട് ഇപ്പൊ i 0യിലും വന്നു 1ലും വന്നു. അടുത്ത എത്ര? i++ എന്ന് പറയുമ്പം 2 ആണ്. അന്നേരം i 2ലെത്തും. അന്നേരം ഈ ലൂപ്പ് വീണ്ടും കറങ്ങി 0യിൽ വരും. 20 എന്ന് പറയുമ്പോ ആരാ? 50 ആണ്. അടുത്തത് വീണ്ടും ഈ ലൂപ്പ്, അതായത് നമ്മുടെ കോളം ലൂപ്പ് വീണ്ടും കറങ്ങും. 2 1 ആവും. റോ അവിടെ തന്നെ ഫിക്സ് ആവും. എത്ര വരും? 60 ആവും അല്ലെ? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും ഡെപ്തിൽ വേണ്ട, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു കോഡിന്റെ ഔട്ട്പുട്ടോ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഇൻ കേസ് അത്ര ടൈറ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ അധികം പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് മനസ്സിലാകാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും, എന്നാലും ശ്രദ്ധിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ. ജനറൽ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഒരു മൾട്ടി ഡയമെൻഷണൽ അറേയില് റോയും കോളവുമായിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ആവുന്നത്. അപ്പം അത് എങ്ങനെയാണ് അതിന്റെ ഡേറ്റ കളക്ട് ചെയ്തെടുക്കുന്നത്, ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ നിന്നുകൊണ്ട് ആ റോ റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ കോളത്തിലെയും ഡേറ്റയെ കളക്ട് ചെയ്യുന്നു. വീണ്ടും റോ ഒന്നുകൂടെ കറങ്ങി സെക്കൻഡ് റോയിൽ എത്തുന്നു. എന്നിട്ട് സെക്കൻഡ് റോയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോളത്തിലെ ഡേറ്റാസിനെ എല്ലാം കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അയാള് നെക്സ്റ്റ് റോയിൽ വരും. സെക്കൻഡ് റോയിൽ അടുത്ത റോയിലേക്ക് എത്തിയതിനു ശേഷം അത് റെപ്രസെന്റ് ചെയ്യുന്ന കോളത്തിലെ എലമെന്റിനെ കറക്റ്റ് ചെയ്യും. അന്നേരം നമുക്ക് റോയും ഓടണം, അതിനുള്ളിൽ തന്നെ കോളം ഓടണം. അതുകൊണ്ടാണ് എത്ര ലൂപ്പ് ഉപയോഗിച്ചത്? ഒരു ഫോർ ലൂപ്പ് ഔട്ട്സൈഡ് ഓടുന്ന ഫോർ ലൂപ്പ് ആരെ റെപ്രസെന്റ് ചെയ്യും? റോയെയും. പിന്നീട് ഓടുന്ന ഫോർ ലൂപ്പ് ആരെ റെപ്രസെന്റ് ചെയ്യും? കോളത്തെയും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? അന്നേരം അറേയുടെ കൺസെപ്റ്റ് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ നിന്ന് എന്തുമാത്രം ഡേറ്റ നിങ്ങൾക്ക് കിട്ടുന്നോ അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക.